ഹലോ ഗായ്സ്, ഇത് നമ്മളെ ഈദിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതിൻ്റെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് പോയിട്ട് കാണുക. അപ്പം ഇന്ന് നമ്മളെ ഗെറ്റ് റെഡിത്തെ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സ്വന്തം താത്താണ്. കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടില്ലെങ്കിൽ അത് കയറി കാണണം. പിന്നെ നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു, എന്നിട്ട് സൺസ്ക്രീൻ ഇട്ടു, എന്നിട്ട് ബ്ലെൻഡാക്കി നല്ല മസാജ് ചെയ്യുന്ന കണക്കേനു ഗൈസ് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഉറക്കിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ ബ്ലെൻഡാക്കിയതിന് ശേഷം പിന്നെ നമ്മളിട്ടത് ഒലേൻ്റെ ഗ്ലോയിങ് ക്രീം വേണു. അങ്ങനെ അതും പിന്നെ മോയ്സ്ചറൈസറും മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോൺസിൻ്റെ പൗഡർ ഇട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൗഡർ ഇങ്ങനെ തട്ടുന്ന സ്വഭാവം ഉണ്ടോ? അതിൻ്റെ അകത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. അത്രയും പൈസ നമ്മൾ ലാഭിക്കണ്ടേ. അതൊക്കെ ഇങ്ങനെ തട്ടി കളയുക. അങ്ങനെ അതിട്ടായിട്ട് പിന്നെ നമ്മളെ മസ്കാരില്ലേ, കഴിഞ്ഞ മസ്കാരിൻ്റെ ബ്രഷ് കൊണ്ട് പിരുക്കം ഒന്ന് റെഡിയാക്കി കൊടുത്തു. പിന്നെ നമ്മളെ മെയിൻ തിങ്, നമ്മൾ ലിപ്സ്റ്റിക്ക് കൊണ്ട് എന്ത് ചെയ്യണം? ബ്ലഷ് ഇടണം. ഓക്കെ, എനിക്കുണ്ടല്ലോ താത്ത ഇങ്ങനെ ബ്ലഷ് ഇട്ടപ്പോൾ ഓർമ്മ വന്ന പാട്ട് ഏതാ അറിയോ? ഈ പാട്ടാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ ബ്ലെൻഡ് ചെയ്തു. അവളിങ്ങനെ പിടിച്ച് വലിക്കണ്ടേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിപ് ബാം ഇട്ടു. പിന്നെ ഐലൈനർ എഴുതി. എനിക്ക് ഞാൻ തന്നെ ഐലൈനർ എഴുതണം, എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങി. നമ്മൾ മറ്റേ ബ്ലഷ് ഇട്ടില്ലേ, ലിപ്സ്റ്റിക്ക് തന്നെ അതിട്ടു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇട്ടു. അങ്ങനെ ആ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുടി വാരി. പിന്നാണ് നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡ്രസ്സ് മാറാൻ മറന്നു ഇതാണ് ഗൈസ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ നമ്മൾ മാലയിട്ടു. പിന്നെ ഇങ്ങനെ തൂങ്ങണ കമ്മലില്ലേ, അതിട്ടു. ഈ കമ്മലിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുടി റെഡിയാക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് നമ്മൾ മുറിച്ച ഹെയർസ് ഉണ്ടല്ലോ, ഷോക്ക് വേണ്ടിയിട്ട് മുറിച്ച അതൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രാബാണ് ഇടുന്നത്. വലിയ ഹെയർ സ്റ്റൈൽസ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല. ഈ ഒരു ക്യൂട്ട് ക്രാബില്ലേ, അതാണ് ഇടുന്നത്. അങ്ങനെ മുടിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് പിന്നെ നമ്മളെ ഷോൾ ഇട്ടിട്ട് നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് ഡോഗ് ഷോയും കൂടെ ആവാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.